ഒരു ഡയറക്ടർ ₹1 പോലും സാലറി വേണ്ടെന്ന് പറഞ്ഞിട്ട് $100 മില്യൺ പ്രോഫിറ്റാണ് ഒരു സ്റ്റുഡിയോയിൽ നിന്ന് എടുത്തത്. സംഭവം വേറൊന്നുമല്ല, 2019 റിലീസായ ജോക്കർ എന്ന് പറയുന്ന മൂവി നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. അതിന്റെ ഡയറക്ടറായ ടോഡ് ഫിലിപ്സിന്റെ സ്റ്റോറിയാണിത്. ജോക്കർ എന്ന് പറയുന്നത് DC കോമിക്സിന്റെ അണ്ടറിൽ വരുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പൊ അതിന്റെ റൈറ്റ്സ് ഉള്ളത് വാർണർ ബ്രോസിന്റെ കയ്യിലാണ്. അപ്പൊ ഈ ടോഡ് ഫിലിപ്സ് ജോക്കറിനെ പറ്റി ഒരു സ്റ്റോറി എഴുതി. വളരെ ഡാർക്ക് ആൻഡ് ഗ്രിറ്റി ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയിരുന്നു. ഈ ക്യാരക്ടറിന്റെ റൈറ്റ്സ് വാർണർ ബ്രോസിന്റെ അടുത്തായതുകൊണ്ട് ടോഡ് ഫിലിപ്സ് വാർണർ ബ്രോസിനെ ഈ സ്റ്റോറിയായിട്ട് അപ്രോച്ച് ചെയ്തു. അവർക്ക് ഈ സ്റ്റോറി ഒട്ടും കണക്ട് ആയില്ല. അവർ വിചാരിച്ച് ഈ മൂവി ഒന്നാമത് R-rated ആണ്. ഒരു സൂപ്പർ ഹീറോ മൂവി R-rated ആയിട്ട് ഇറക്കുമ്പം അതിൻ്റെതായിട്ടുള്ള റിസ്ക് ഉണ്ട്. ആ മൂവിയുടെ കളക്ഷൻ കുറയും. ബിസിനസ് വൈസ് നോക്കുകയാണെങ്കിൽ ഈ മൂവി ഒരിക്കലും സക്സസ് ആവില്ലെന്നാണ് വാർണർ ബ്രോസ് വിചാരിച്ചത്. അങ്ങനെ ടോഡ് ഫിലിപ്സ് ഒരുപാട് ശ്രമിച്ച് ഇവരൊരു ലോ ബഡ്ജറ്റാണ് ഈ മൂവിക്ക് അലോക്കേറ്റ് ചെയ്തത്. ഏകദേശം 55 മില്യൺ ആണ് ഈ മൂവിക്ക് അലോക്കേറ്റ് ചെയ്തത്. അതിൽ ടോഡ് ഫിലിപ്സിന് സാലറി പോലും ഇവർ കൊടുത്തില്ല. വാർണർ ബ്രോസ് വിചാരിച്ച് ഈ മൂവി ഫ്ലോപ്പ് ആവും. അതുകൊണ്ട് ഇവർ ടോഡ് ഫിലിപ്സിന് കൊടുത്ത ഡീൽ എന്താണെന്ന് വെച്ചാൽ ഈ മൂവിയുടെ കളക്ഷൻ എത്രയാണോ അതിൽ നിന്നൊരു 10 to 14% നിങ്ങൾക്ക് തരാമെന്നാണ്. ടോഡ് ഫിലിപ്സ് ഈ ഡീലിന് എഗ്രി ചെയ്തു. പിന്നീട് നടന്നത് ഹിസ്റ്ററിയാണ്. R-rated സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മൂവിയായി ആ സമയത്ത് ജോക്കർ. ഏകദേശം $1 ബില്യൺ ആണ് ഈ മൂവി ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തത്. ഇതിൽ ജോക്കറായിട്ട് അഭിനയിച്ച വാക്കിൻ ഫീനിക്സിന് ഓസ്കർ വരെ കിട്ടി. ആൻഡ് ദ ഫണ്ണി പാർട്ട് ഈസ് ടോഡ് ഫിലിപ്സിന് ഈ മൂവിയിൽ നിന്ന് കിട്ടിയത് $100 to $147 മില്യൺ ആണ്.